السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച റബ്ബ് അതിനു വേണ്ട തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വൃദ്ധനായിരുന്നു. സ്വാഭാവികമായും വാർദ്ധക്യം വരുമ്പോൾ മനുഷ്യന്മാരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മനുഷ്യന്മാരിലുണ്ടാകുന്ന സ്വഭാവത്തിലെ ചില മാറ്റങ്ങൾ അദ്ദേഹത്തിനും വന്നു. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയിൽ നിന്നുണ്ടായ പെരുമാറ്റവും സംസാരവും അദ്ദേഹത്തിന് അത്ര പിടിച്ചില്ല. ആ സന്ദർഭത്തിൽ മഹാനായ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയായ
ഖൗല ബിൻത് സഅലബയെ ലിഹാർ ചെയ്യുകയാണ്. ലിഹാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുൻപ് ജാഹിലിയ അറബികൾക്കിടയിൽ തൻ്റെ ഭാര്യയെ വേണ്ട എന്ന് വെച്ചാൽ വിവാഹമോചനം ചെയ്യുന്നതിന് പകരമായി ഉപയോഗിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ലിഹാർ എന്ന് പറഞ്ഞാൽ. അഥവാ തനിക്ക് തൻ്റെ ഭാര്യയെ വേണ്ട എന്ന് തോന്നിയാൽ ആ മനുഷ്യൻ പറയും, അൻതി അലാ കലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. അതോടുകൂടി ആ ബന്ധം അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ആ മനുഷ്യന് ആ ഇണയെ സമീപിക്കാൻ പാടില്ല. അവർ അന്യ പുരുഷനും അന്യ സ്ത്രീയുമായി കഴിഞ്ഞു. ഏതുപോലെ തൻ്റെ ഉമ്മയെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് സമീപിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ തൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ തൻ്റെ ഭാര്യയും തനിക്ക് അന്യമാവുകയാണ്. മഹാനായ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞുപോയി. എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് പറഞ്ഞത് അവിവേകമായി പോയി എന്ന് മനസ്സിലായി. ഞാൻ വിവേകമില്ലാത്ത സമയത്ത്, ദേഷ്യം വന്ന സമയത്ത് പറഞ്ഞു പോയൊരു വാചകമാണത്. അദ്ദേഹം തൻ്റെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന ഒരു അബദ്ധമാണത്, അവിവേകത്താൽ വന്നൊരു വാചകമാണത്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, നമുക്കൊരുമിച്ചു ജീവിക്കണം. എന്നാൽ ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ ലിഹാർ നടത്തിയ സ്ഥിതിക്ക്, ലിഹാർ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും ഇനി നമ്മൾ ഒരുമിക്കണമെങ്കിൽ അതിന് തീരുമാനം പറയേണ്ട ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ട്. അത് മറ്റാരുമല്ല, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. ആ പ്രവാചകനോട് തീരുമാനം ചോദിക്കാം. ആ പ്രവാചകന്റെ അഭിപ്രായം എന്താണ്, തീരുമാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ രണ്ടുപേരും ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവും ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയും കൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ ചെന്ന് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അക്കല ശബാബി വനസറതു ലഹു ബത്നി ഹത്താ ഇദാ കബറത് സിന്നി വൻഖതഅ ലഹറ മിന്നി. മഹദി ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അക്കല ശബാബി, എന്റെ യുവത്വം തീർന്നു പോയിരിക്കുകയാണ്. അക്കല ശബാബി, എന്റെ യുവത്വം തീർന്നു പോയിരിക്കുകയാണ്. വനസറത്ത് ലഹു ബത്നി, ഇദ്ദേഹത്തിന്റെ ഒരുപാട് മക്കളെ ഞാൻ പ്രസവിക്കുകയുണ്ടായി. ഹത്താ ഇദാ കബറത്ത് സിന്നി, ഇപ്പോഴിതാ എനിക്ക് പ്രായമായിരിക്കുന്നു, വാർദ്ധക്യം വന്നിരിക്കുന്നു. വൻഖതഅ വലദി, ഇപ്പോൾ എനിക്ക് പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ലഹറ മിന്നി, ഈ മനുഷ്യൻ ഇതാ എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ തീരുമാനം പറയണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ വീണ്ടെടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ തീരുമാനം പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ പറയുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നു, ഖൗല, ഇവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ നിയമം എനിക്ക് അവതരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനം പറയാൻ എനിക്ക് അല്ലാഹുവിന്റെ അഭിപ്രായം വേണം, അല്ലാഹുവിന്റെ തീരുമാനം വേണം. സ്വന്തമായി തീരുമാനം പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനം പ്രത്യേകമായി ഈ വിഷയത്തിൽ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടില്ല. എന്നാലും ഞാൻ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഹറാമാണ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് നിന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. നിങ്ങൾ അന്യ പുരുഷനും അന്യ സ്ത്രീയുമായി കഴിഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്തതാ
ഹൗലാ ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത് പ്രവാചകരെ? അദ്ദേഹം എന്നെ ഒഴിവാക്കാൻ വേണ്ടി തൊലാക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ തൊലാക്ക് ചെയ്യലല്ലേ? അദ്ദേഹം എന്നെ തൊലാക്ക് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, എനിക്ക് പ്രായമായി, എനിക്കൊരുപാട് മക്കളുണ്ട്. ആ മക്കൾ അന്യമായി പോകും, അനാഥയായി പോകും. അതുകൊണ്ട് പ്രവാചകരെ, ഞങ്ങൾ എങ്ങനെയാണ് ഹറാമാവുക? തൊലാക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാ ഹറാമാവുക എന്ന് ചോദിക്കുമ്പോ, മാത്രവുമല്ല അതിനുശേഷം അതാ ഹൗലാ ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്, അല്ലാഹുവേ എനിക്ക് ആവലാതി പറയാൻ നിന്നോടാ. ഞാൻ ഇതാ നിന്നോട് ആവലാതി ബോധിപ്പിക്കുന്നു, സങ്കടം ബോധിപ്പിക്കുന്നു. അതുകൊണ്ടല്ലാ ഒരു തീരുമാനം അറിയിക്കണേ അല്ലാ എന്ന് ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് സഅലബ റളിയല്ലാഹു അൻഹ, ഹൗലാ ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് ആവലാതി പറയുമ്പോ പടച്ച റബ്ബ് ആവലാതി കേൾക്കുകയും ആകാശത്ത് നിന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയും സൂറത്ത് മുജാദലയിലെ ആദ്യ ഭാഗം ഓതിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്താ സൂറത്ത് മുജാദലയിലെ ആദ്യ ഭാഗം എന്നറിയോ? ഖദ് സമി അല്ലാഹ്, തീർച്ചയായും പ്രവാചകരെ അല്ല കേട്ടിട്ടുണ്ട്. അല്ല കേട്ടിട്ടുണ്ട്. ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നൊരു സ്ത്രീയെ സംബന്ധിച്ചും വതസ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ സങ്കടം പ്രവാചകരെ അല്ല കേട്ടിട്ടുണ്ട്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, മാത്രവുമല്ല നിങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണവും റബ്ബ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ല എല്ലാം കേൾക്കുന്നവനും കൃത്യമായി കാണുന്നവനുമാണ് എന്ന് പടച്ച റബ്ബിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തോതി കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുജാദലയിലെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആമുഖമായി ഈ സംഭവം നിങ്ങളെ കേൾപ്പിച്ചെന്തിനാണെന്നറിയുമോ? ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട്, ഒരു സ്ത്രീയുടെ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ അതിന് പോലും പരിഹാരം പറയാനതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായി തീരുമാനം പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ വഹി ഇറങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുകയാണ്. എന്താ കാരണം? ഒരു സ്ത്രീയുടെ സങ്കടമാ, ഒരു സ്ത്രീയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, ഒരു സ്ത്രീയുടെ അവകാശം പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ല ആയത്തിറക്കുകയാ. അല്ല കേട്ടിട്ടുണ്ട് എന്ന് ഏഴാൻ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. നോക്കൂ നിങ്ങൾ, ഇന്ന് ഒരുപാട് ചർച്ചകളാ. ഇന്നും ഏത് കാലഘട്ടത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതം ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാ. അത് ഇസ്ലാമാ. ഇസ്ലാമിലെ ചില നിയമങ്ങളും ചില കാര്യങ്ങളും മാത്രം പ്രത്യേകമായി അടർത്തിയെടുത്ത് അതുമാത്രം സമൂഹത്തിൽ പ്രദർശിപ്പിച്ച് അതൊരു വലിയ വിഷയമാക്കി മാറ്റി അതിന്റെ പേരിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകളെ തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രവണതകളും പലയിടത്തും നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിലൊന്നാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം. അല്ലേ? ഇസ്ലാം സഹോദരികളെ, സ്ത്രീകളെ ആദരിക്കാത്ത മതമാണെന്ന, ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കാത്ത മതമാണെന്ന, ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാതെ, അവകാശങ്ങൾ നൽകാതെ, വെറും പർദ്ദക്കുള്ളിൽ മാത്രം അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാക്കി സ്ത്രീകളെ മാറ്റുന്ന ഒരു മതമായി കണ്ട് ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, പലപ്പോഴും പറയാറുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ പക്ഷപാതത്തിന്റെ മതമാണെന്ന. ആ രൂപത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ വിമർശകർ എന്നും ഈ രൂപത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴിതാ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലും, അല്ലെ, സ്ത്രീ സുരക്ഷ എന്ന ഒരു വലിയ വിഷയം അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്ത് പോലും ഇസ്ലാമിനെ പരിഹസിക്കുകയും പ്രത്യേകിച്ച്
സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമെടുത്ത് പ്രൊജക്ട് ചെയ്ത് പരിഹസിക്കാൻ വേണ്ടി, ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, നാം മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയണം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം, ഇസ്ലാം സ്ത്രീയോട് കാണിച്ച സ്നേഹം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ മഹത്വം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ മഹത്വം, ഇസ്ലാം സ്ത്രീകളോട് കാണിച്ച ബഹുമാനം, ആ രൂപത്തിൽ ഒരു മതവും ഒരു ദർശനവും മറ്റൊരു മതവും മറ്റൊരു ദർശനവും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം സ്ത്രീകളോട് വിവരിച്ചത്ര ആ രൂപത്തിലുള്ള ശ്രദ്ധ നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. സ്ത്രീ എന്ന സാന്ത്വനത്തെ ഇസ്ലാം അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു പെൺകുഞ്ഞിന്റെ ജനനം മുതൽ അങ്ങോട്ട് ആ പെൺകുഞ്ഞിന്റെ വളർച്ചയിലും അതുമായി ബന്ധപ്പെട്ട് അവസാന രംഗം വരെ ഓരോ രംഗവും എത്രത്തോളം ആൺമക്കളെക്കാൾ പുരുഷന്മാരെക്കാൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി ഓരോ രംഗവും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലും പരന്നു കിടക്കുന്നതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഒരു പെൺകുഞ്ഞിന്റെ പിറവി തന്നെ സന്തോഷ വർത്തമാനമാണെന്ന വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അല്ലാഹുവിന്റെ വാചകമാ. ഒരു പെൺകുഞ്ഞ് പിറന്നുവെന്ന സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ല പ്രിയപ്പെട്ടവരെ, ആൺകുഞ്ഞിന്റെ പിറവി സന്തോഷ വർത്തമാനമായി പറഞ്ഞിട്ടില്ല. ഇല്ല, അതിനർത്ഥം പുരുഷന്മാരുടെ പിറവി ആൺകുഞ്ഞിന്റെ പിറവിയിൽ സന്തോഷിക്കണ്ട എന്നല്ല, മറിച്ച് ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകിയ മഹത്വവും ആദരവുമാണ് പ്രിയപ്പെട്ടവരെ. പെൺകുഞ്ഞിന്റെ പിറവി തന്നെ പലപ്പോഴും ഒരു പെൺകുഞ്ഞ് പിറന്നാൽ മുഖം കറുക്കുകയും അപമാനഭാരത്താൽ ആകെ പ്രയാസപ്പെടുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാ അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നു, നിങ്ങൾ അപമാനിതരാവണ്ട, മുഖം കറുക്കണ്ട, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, സന്തോഷ വർത്തമാനമാണെന്ന. കുഴിച്ചു മൂടിയിരുന്നു ജീവനോടെ, അവിടെയും ഇസ്ലാം ഇടപെട്ടു. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, നാളെ ചോദ്യം ചെയ്യപ്പെടും ആ പെൺകുട്ടി ഏതൊരു കാരണത്താലാ നീ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് കൃത്യമായി ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരൽപ്പം കടന്നു. അന്ന് ഈ ലോകം കാണാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ നൽകിയിരുന്നുവെങ്കിൽ ഇന്നത് മാറി ഒരൽപ്പവും കൂടി കടന്ന് ക്രൂരത ആ രൂപത്തിലായിരിക്കുകയാ. പുറം ലോകം കാണാൻ പോലും അനുവാദം നൽകാതെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയാൽ ഭ്രൂണഹത്യ ചെയ്യുന്ന, കൊടും ക്രൂരത ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോയി. പാടില്ല പ്രിയപ്പെട്ടവരെ, പെൺകുഞ്ഞിന്റെ പിറവി ഇസ്ലാം പറയുന്നു അത് സന്തോഷ വർത്തമാനമാണെന്ന്. ഇതാണ് ഇസ്ലാം. ഇനിയോ ആ പെൺകുട്ടി വളർന്നു നല്ലൊരു രൂപത്തിലായി. ആ പെൺകുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ നല്ല രൂപത്തിൽ വളർത്തുകയും നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകുകയും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പെൺകുട്ടിയെ നല്ലൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അദ്ഖലഹുൽ ജന്ന, അക്കാരണം കൊണ്ട് മാത്രം രക്ഷിതാക്കൾ സ്വർഗത്തിലാ. നോക്കൂ നിങ്ങൾ, ഒരു പെൺകുട്ടി പിറന്നു, ആ പെൺകുട്ടിയെ വളർത്തി, കുഴിച്ചു മൂടിയില്ല, പ്രയാസമായില്ല, അപമാനമായില്ല, നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി നല്ലൊരു ദീനുള്ള ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ വിവാഹം ചെയ്തു കൊടുത്താൽ ആ പിതാവ് അദ്ഖലഹുൽ ജന്ന, അക്കാരണം കൊണ്ട് സ്വർഗത്തിലാന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികൾ ഉണ്ടായാൽ അവൻ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ സഹാബ വനിത ചോദിച്ചു, 2 പെൺകുട്ടികളാണെങ്കിലോ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു അവർ സ്വർഗത്തിലാ. വീണ്ടും ചോദിച്ചു സഹാബികൾ, 1 പെൺകുട്ടി പിറന്നാലോ റസൂലേ? എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ, നീയും സ്വർഗത്തിലാ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പെൺകുഞ്ഞിന്റെ പിറവിയിൽ ഒരാളും പ്രയാസപ്പെടണ്ട. പിന്നെ എപ്പോഴാ പ്രയാസം എന്നറിയോ? പെൺകുഞ്ഞ് പിറക്കുമ്പോഴല്ല, വളർന്നു വലുതായാൽ, വിവാഹപ്രായമെത്തിയാൽ, അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഒരുപാട് സമ്പത്ത് വേണ്ടേ എന്ന. വേണ്ട പ്രിയപ്പെട്ടവരെ, അവിടെയും ഇസ്ലാം ഇടപെട്ടു. അള്ളാന്റെ വാചകം എന്തെന്നറിയോ? നിങ്ങൾ സ്ത്രീയിൽ നിന്നും ഇങ്ങോട്ട് ധനമെന്ന സ്ത്രീധനമെന്ന ആറാമ് വാങ്ങണമെന്നല്ല ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ട് മഹർ കൊടുക്കണം, സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കണം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹത്തിൽ സ്ത്രീയുടെ രക്ഷിതാവിനോ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു നയാ പൈസയുടെ ചെലവ് ഇസ്ലാം പറയുന്നില്ല. ഇല്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ ഇന്ന് പൗരോഹിത്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോയപ്പോൾ, ഇല്ലാത്തത് പറഞ്ഞപ്പോ, പഠിപ്പിച്ചപ്പോ സ്ത്രീധനമെന്ന ദുഷിച്ച സമ്പ്രദായം, ഹറാമായ സമ്പ്രദായം, അത് ഇസ്ലാമിന്റെ ലേബലിൽ പോലും ആ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ ചില മഹല്ലുകൾ പോലും മുന്നോട്ട് വരുമ്പോ ദുഃഖകരമായൊരവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, അവിടെയും കൃത്യമായ അവകാശവും ആ രൂപത്തിലുള്ള സംരക്ഷണവുമാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നത്. തീർന്നില്ല, ഇനി വിവാഹപ്രായമെത്തിയാലോ?
വിവാഹപ്രായമെത്തിയാൽ, എന്റെ മകളെ വിവാഹപ്രായമെത്തിയാൽ എനിക്കിഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല. ഒരു പിതാവിന്, രക്ഷിതാവിന് അനുവാദമില്ല. മോളോട് ചോദിക്കണം, മോളോട് പറയണം, നിനക്കിതാ ഇന്ന അനുയോജ്യമായ ഒരു വരനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായം? ചോദിക്കണം മക്കളോട്, ചോദിക്കണം വിവാഹപ്രായമെത്തിയ പെൺമക്കളോട്. കന്യകയാണെങ്കിൽ അവളുടെ മൗനവും, വിധവയാണെങ്കിൽ നാവുകൊണ്ടുള്ള സമ്മതവും വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇനിയും നോക്കൂ നിങ്ങൾ, ഒരു ഭാര്യയായി വീട്ടിലേക്ക് വരുന്ന സ്ത്രീയെ എന്തൊരു സ്വീകരണമാണ് ഇസ്ലാം നൽകി. മാന്യമായ സ്വീകരണമാണ് ഇസ്ലാം നൽകുന്നത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, ഹദീസിലെ വാചകങ്ങൾ പരിശോധിച്ചാൽ ഭാര്യ ഇല്ല, ഭാര്യ എന്ന വാചകം ഇസ്ലാമിലില്ല. മറിച്ച് സൗജ്, ഇണ എന്നാണ്. ഒരുപാട് ആയത്തുകൾ, അതൊക്കെ ഓതി വിശദീകരിക്കാനുള്ള സമയമില്ല. സൂറത്ത് സാരിയാത്തിലെ 49-ാമത്തെ വാചകം, സൂറത്ത് യാസീനിലെ 36-ാമത്തെ വാചകം, സൂറത്ത് നിസായിലെ 1-ാമത്തെ വാചകം, സൂറത്ത് റൂമിലെ 21-ാമത്തെ വാചകം, അവിടെയൊക്കെ നമുക്ക് കാണാം. സൂറത്ത് നിസായിൽ കാണാം വഖലക മിൻഹാ സൗജഹാ, വഖലക മിൻഹാ സൗജഹാ. അവിടെ റബ്ബ് പ്രയോഗിച്ച പദം ഇണ എന്നാണ്. സൂറത്ത് റൂമിൽ പറഞ്ഞു വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശം, ഭൂമി, മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നതുപോലെ തന്നെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാ അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കുള്ള സൗജിനെ, നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് എന്തിനാണെന്നറിയോ? ലിതസ്കുനു ഇലൈഹ, അവളിൽ സമാധാനം കണ്ടെത്താനാ. സമാധാനത്തിന് വേണ്ടി ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് അലയുന്ന മനുഷ്യരെ അള്ളാന്റെ വാചകം എന്താണെന്നറിയോ? ലിതസ്കുനു ഇലൈഹ, ഭാര്യയിലേക്ക് പോയിക്കോ, നിന്റെ ഇണയിലേക്ക് പോയിക്കോ, നിന്റെ ഇണയിലേക്ക് പോയിക്കോ, അവിടെ നിനക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, ആ സമാധാനം അവൾ പ്രത്യേകമായി ഉണ്ടാക്കുന്ന സമാധാനമല്ല, മറിച്ച് വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, അല്ലാഹു നിങ്ങൾക്കിടയിൽ ഇട്ടുതന്ന സ്നേഹവും കാരുണ്യവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെയൊക്കെ നോക്കൂ സഹോദരങ്ങളെ, ഇണ എന്നും ആ രൂപത്തിലുള്ള മഹത്വമാണ് സ്ത്രീക്ക് നൽകുന്നത്. തീർന്നില്ലല്ലോ, വീണ്ടും കാണാം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ വൽമർഅതു റായിയത്തുൻ അലാ ബൈതി ബഅലിഹ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക്, തന്റെ ഇണയുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവിടെ ഭരിക്കപ്പെടേണ്ടവളല്ല, മറിച്ച് ആ വീട്ടിലെ ഭരണകർത്താവാണെന്ന് ഇസ്ലാം പറഞ്ഞത്. അതിനർത്ഥം വീട്ടിലേക്ക് ചെന്ന് ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മയെയും ഭർത്താവിന്റെ ആളുകളെയും ഒക്കെ വരച്ച വരയിൽ നിർത്താം എന്ന ധാരണയുമായി കടന്നു പോകണമെന്നല്ല, മറിച്ച് ഒരു സ്ത്രീക്ക്, ഒരു ഇണക്ക് ഇസ്ലാം നൽകുന്ന ആദരവും മഹത്വവുമാണ്. തീർന്നില്ലല്ലോ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ കൂടെ പിറപ്പാം. എത്രയെത്ര ഹദീസുകളും ആയത്തുകളുമാ. അടുത്തൊരു വാചകം കേൾക്കണോ നിങ്ങൾക്ക്? അത് കുറച്ചുകൂടെ ശക്തമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർഅ, ഒരു മനുഷ്യന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ നിധി ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു മനുഷ്യന്റെ ഭൂമിയിൽ വെച്ചുള്ള നിധികളിൽ വെച്ച് ഏറ്റവും വലിയ നിധി ഏതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അൽമർഅത്തു സ്വാലിഹ. നോക്കണേ, ഒരു പെണ്ണാണെന്നല്ല, ഒരു മർഅത്താണെന്നല്ല, ഏതെങ്കിലും ഒരു സ്ത്രീയാണെന്നല്ല. അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഇണ, സ്വാലിഹത്തായ പെണ്ണ്. എന്നിട്ട് ആ സ്വാലിഹത്തായ പെണ്ണിന്റെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഇദാ നദറ ഇലൈഹാ സർറതുഹു, നീ അവളിലേക്കൊന്ന് നോക്കിയാൽ തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വഇദാ അമറഹാ അതാഅതുഹു, നീ അവളോട് എന്ത് കൽപ്പിച്ചാലും അവൾ നിന്നെ അനുസരിക്കും. വഇദാ ഗാബ അൻഹാ ഹഫിദതുഹു, നിന്റെ അഭാവത്തിൽ അവളെ സംരക്ഷിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീയിലുണ്ടെങ്കിൽ അവളാണ് ആര്? മർഅത്തു സ്വാലിഹ. ആ സ്വാലിഹത്തായ ഇണയാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ നിധി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ ഒരു സ്ത്രീ മാതാവാണല്ലോ. മാതാവെന്ന നിലയിൽ സ്ത്രീയെ ബഹുമാനിച്ച പദങ്ങൾ വിശദീകരണത്തിനും അപ്പുറത്താണ് സഹോദരങ്ങളെ. നോക്കൂ നിങ്ങൾ, ഒരു സ്വഹാബി വന്ന് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, ആരോടാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വേണ്ടത്? ആരോടാണ് റസൂൽ എന്ന് ചോദിച്ചപ്പോ 3 തവണ പറയുന്നു ആവർത്തിച്ച്, ഉമ്മുക ഉമ്മുക ഉമ്മുക. 4-മത്തതായി പറയുന്നു അബൂക്ക്. നോക്കൂ നിങ്ങൾ, ഒരു മാതാവെന്ന നിലയിലും
ഇസ്ലാം സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ ഗൗരവമേറിയ ഒരുപാട് വിഷയങ്ങൾ പറയുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത്, വസിയത്ത് നൽകുന്നിടത്ത് പറഞ്ഞു, ഇതാ ഞാൻ വസിയത്ത് ചെയ്യുന്നു മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഇണകളുടെ വിഷയത്തിൽ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അവരോട് മാന്യമായി പെരുമാറണേ, മാന്യമായി പെരുമാറണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ് സഹോദരങ്ങളെ. ഈ രൂപത്തിൽ ഇസ്ലാം സ്ത്രീകൾ അനന്തരാവകാശത്തിൽ ഓഹരി നിശ്ചയിക്കുകയാണ്. സമ്പാദിക്കുവാനുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് ആ രൂപത്തിലുള്ള അധികാരം നൽകി. വിദ്യാഭ്യാസം നേടാൻ, അതേപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം, സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ പോലും സഹോദരങ്ങളെ തുല്യമായ പങ്കാളിത്തം ഇസ്ലാം വീതിക്കുകയാണ്. ഇങ്ങനെ പൊന്നുമോളായും കുഞ്ഞനുജത്തിയായും സ്നേഹമുള്ള താത്തയായും പ്രണയം നിറഞ്ഞ ഇണയായും വാത്സല്യം തുളുമ്പുന്ന മാതാവായും അനുഗ്രഹമായ അമ്മായിമ്മയായും മനം കവരുന്ന മരുമകളായും സ്ത്രീ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചുരുക്കത്തിൽ മുസ്ലിം മുഅ്മിൻ മനസ്സിലാക്കണം, പെൺകുഞ്ഞ് പിറന്നാൽ ആ പെൺകുഞ്ഞ് എന്നത് അള്ളാഹുവിന്റെ സമ്മാനമാ, പെൺകുഞ്ഞ് റബ്ബിന്റെ സമ്മാനമാ, അള്ളാഹുവിന്റെ വരദാനമാ. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സ്ത്രീയെ ബഹുമാനിച്ച, സ്ത്രീയെ ആദരിച്ച, സ്ത്രീയോട് കാണിച്ച സ്നേഹം അതൊക്കെ മനസ്സിലാക്കി ആ രൂപത്തിൽ സ്ത്രീയെ കാണാൻ, ആ രൂപത്തിൽ സ്ത്രീയെ ബഹുമാനിക്കാൻ ഒരു വിശ്വാസിക്കാവണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി അല്ലദീ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ മഹത്തായ രാജ്യം അഥവാ UAE ഗവൺമെന്റ് സ്ത്രീകളുടേതായ വിഷയങ്ങളിൽ അവരുടെ സുരക്ഷയിലും അതേപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക അവകാശങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിലുമൊക്കെ അവരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ രാജ്യത്തെ വനിതകൾ അവരുടേതായ സാന്നിധ്യവും ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയും സഹായങ്ങളൊക്കെയും ഈ രംഗത്തെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കുടുംബം സംരക്ഷിക്കുകയും രാഷ്ട്രത്തെ സേവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു സന്തോഷ വാർത്തയായി ഈ രാജ്യത്തെ ഗവൺമെന്റ് നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് എവിടെയും ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീ സുരക്ഷ എന്നുള്ളത്. പ്രത്യേകിച്ച് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ച നടക്കുകയാണ്. എവിടെയാണ് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഒരു സുരക്ഷയുള്ളത്, എവിടെയാണ് അഭയമുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ചർച്ചകളും സംവാദങ്ങളും സെമിനാറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാർഗങ്ങൾ പലരും പറയുന്നുണ്ട്, പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സ്ത്രീകൾക്ക് തന്നെ പ്രയാസമാകുന്ന, അവരുടെ സുരക്ഷയ്ക്ക് പ്രയാസമാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിട്ടാണ്, അവരെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷയങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കെതിരായി കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ചിലത് നമ്മൾ ഇന്നലെ പത്രങ്ങളിലൂടെ വായിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ആണിന്റെയും പെണ്ണിന്റെയും സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം നമ്മുടെ ഗവൺമെന്റ് നൽകിയിരുന്നത് 18 വയസ്സായിരുന്നുവെങ്കിൽ അത് വീണ്ടും ചുരുക്കി 16 ചുരുക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മന്ത്രിസഭാ ഉപസമിതി അംഗീകാരം നൽകിയ പ്രയാസകരമായ വാർത്ത ഇന്നലെ നമ്മളൊക്കെ വായിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ സുരക്ഷ എന്നത് വലിയ ഗൗരവത്തോടുകൂടി കാണുകയും അതിനാവശ്യമായ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു മെമ്പർ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ഭാര്യയാകുന്ന, പെൺകുട്ടിയാകുന്ന, സഹോദരിയാകുന്ന, ഉമ്മയാകുന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ആ രൂപത്തിൽ അവരെ വളർത്തിയെടുക്കുകയും ആ രൂപത്തിൽ അവരെ സംസ്കരിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് തന്നെ സുരക്ഷയോടുകൂടി ആ രൂപത്തിൽ സുരക്ഷയുടെ വർത്തമാനങ്ങളും നിയമങ്ങളും അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. മാത്രവുമല്ല, അതുമൂലം ഈ ലോകത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല,
പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. എല്ലാം വിശദീകരിക്കാനുള്ള സമയവും സന്ദർഭവും അല്ലല്ലോ. നമ്മുടെ പുറത്ത് സീഡികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത സീഡികൾ പുറത്തുണ്ട്. ആവശ്യമുള്ളവർ അത് വാങ്ങുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തിന്മകളും തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ചറബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രായം ചെന്ന നമ്മുടെ ഉമ്മ, രോഗം കൊണ്ട് പ്രയാസമാകും നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മയും ഉപ്പയും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണയിലും നമ്മുടെ മക്കളിലും അല്ലാഹു നമ്മുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ദുആ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരുടെയും ഉമ്മമാരുപ്പമാരും സഹോദരങ്ങൾ കൂട്ടുകാർ കുടുംബക്കാർ നിന്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി ഞങ്ങളോട് വിട പറഞ്ഞു പോയി നാഥ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും കുടുംബക്കാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. തിന്മയിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.